നമസ്കാരം. കാഠ്മണ്ഡുവിലെ ആഭ്യന്തര വിമാനത്താവളത്തിൽ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടുന്നത്. ആശങ്കയോടെയും വേദനയോടെയുമാണ് പലരും കാണാതായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി ആശുപത്രികളിലേക്കും പോലീസ് ഹെൽപ്പ് ഡെസ്കുകളിലേക്കും നെട്ടോട്ടമോടുന്നത്. ദുരന്തത്തിൽ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും കാണാതായതിൻ്റെ ആഘാതത്തിലാണ് നേപ്പാളിലും വിദേശത്തുമുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഔദ്യോഗിക പട്ടികകൾ പരിശോധിച്ചും ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തിരക്കിയും വിങ്ങിപ്പൊട്ടുന്ന ബന്ധുക്കളുടെ കാഴ്ചയാണ് എങ്ങും കാണാനാകുന്നത്. UK-യിൽ ബിസിനസ് നടത്തുന്ന പ്രമോദ് പൗഡൽ എന്ന പ്രവാസി തൻ്റെ കുടുംബത്തിലെ 4 പേരെ കാണാതായതിൻ്റെ വിങ്ങലിലാണ്. എൻ്റെ ഭാര്യ, അമ്മ, അമ്മാവൻ, സഹോദരൻ എന്നിവരെക്കുറിച്ച് വിവരമൊന്നുമില്ല. അവർ ഇനി ജീവനോടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ഗ്രാമത്തിൻ്റെ 90% ഇല്ലാതായെന്നാണ് അറിയാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പല കുടുംബങ്ങളും തടിച്ചുകൂടുകയാണ്. ഒരതിഥിയെ കൂട്ടിക്കൊണ്ടുവരാനാണ് എൻ്റെ ഭർത്താവ് കാറുമായി പോയത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. രക്ഷപ്പെടുത്തിയവരെയും പരിക്കേറ്റവരെയും ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞതിനാലാണ് താൻ ഇവിടെ എത്തിയതെന്ന് ഒരു യുവതി BBC-യോട് തൻ്റെ അനുഭവം വ്യക്തമാക്കി. റസ്വയിൽ വെച്ച് കാണാതായ തൻ്റെ ജ്യേഷ്ഠൻ രാം ശരൺ രസയിലിയെ തിരഞ്ഞാണ് സുഭാഷ് ഗഡാനി എന്നയാൾ ദുരന്ത മേഖലയിലെത്തിയത്. റസ്വയിൽ കാണാതായവരിൽ എൻ്റെ ജ്യേഷ്ഠൻ രാം ശരൺ രസയിലിയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തിരക്കി ഇറങ്ങിയിരിക്കുന്നത്. ബന്ധം വേർപെടുന്നതിന് മുൻപ് പ്രളയം ഏറ്റവും രൂക്ഷമായി ബാധിച്ച റസുവ ജില്ലയിലേക്ക് യാത്ര ചെയ്തിരുന്ന ഡ്രൈവറായ തൻ്റെ അനന്തരവൻ യുവരാജ് സെവേഗിനെ തിരയുകയായിരുന്നു ചിത്ര ബഹാദൂർ എന്ന നേപ്പാൾ സ്വദേശി. എൻ്റെ അനന്തരവൻ റസുവിലേക്ക് പോകുന്ന വഴിയാണ്. ഇന്നലെ രാവിലെ 8 മണി വരെ അവൻ എൻ്റെ സഹോദരിയുമായി ബന്ധപ്പെട്ടിരുന്നു. 52-കാരനായ അദ്ദേഹം ഫോണിലെ അവൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് പറഞ്ഞു, പ്രളയത്തിന് ശേഷം അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഞങ്ങൾ കണ്ട ലിസ്റ്റുകളിൽ ഒന്നിലും അവൻ്റെ പേരില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു അംഗത്തെയും കാണാതായിട്ടുണ്ട്. ദുരന്തബാധിതരായ എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുമെന്നും പരിക്കേറ്റവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് നേരിടാൻ പൂർണ്ണ സജ്ജരാണെന്നും ബീർ ആശുപത്രി അറിയിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേപ്പാളിലുടനീളം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പോലീസ്, സൈന്യം, ആംഡ് പോലീസ് ഫോഴ്സ് എന്നിവയിൽ നിന്നായി 9260 അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് നേപ്പാളിലെ നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കുന്നു. തിരച്ചിൽ തുടരുന്നതിനിടെ ചൈന നേപ്പാൾ അതിർത്തിയിൽ രൂപപ്പെട്ട വലിയ തടാകം പ്രദേശവാസികൾക്കും രക്ഷാപ്രവർത്തകർക്കും ഒരുപോലെ ഭീഷണിയാകുന്നുണ്ട്. ഗൈറോവ് പോർട്ടിന് സമീപം കനത്ത വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് ചൈനീസ് തിരച്ചിൽ സംഘം മുന്നറിയിപ്പ് നൽകുന്നു. ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാണെന്നും അണക്കെട്ടോ തടാകമോ തകരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ചൈനീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് നേപ്പാളിലെ ഭോട്ടേഗോശി നദിയിലാണ് വൻ നാശനഷ്ടമുണ്ടാക്കിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. വലിയൊരു ഹിമാനിയുടെ ഭാഗം തകർന്നു വീണതാണ് ഇതിന് കാരണമായത്. ലാങ്താങ് ലുറുങ് പർവ്വതനിരയുടെ 5200 മീറ്റർ ഉയരത്തിൽ നിന്ന് ഹിമപാളി 1200 മീറ്ററോളം താഴേക്ക് പതിച്ച് ഭോട്ടേഗോശിയുടെ പോഷക നദിയായ ലെൻഡെ നദിയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ഹിമപാളികളും മണ്ണും പാറക്കല്ലുകളും ചേർന്ന് നദിയിൽ ഒരു സ്വാഭാവിക അണക്കെട്ട് രൂപപ്പെടുകയും പിന്നീട് ഇത് പെട്ടെന്ന് തകർന്നതോടെ ചെളിയും പാറക്കല്ലുകളും നിറഞ്ഞ കൂറ്റൻ ജലപ്രവാഹം താഴേക്ക് കുതിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ചൈനയിലെ ടിബറ്റ് മേഖലയിലുണ്ടായ ഗീറോങ് അതിർത്തി കവാടത്തിന് സമീപവും വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഇത് രണ്ടും സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടാക്കിയത്. ആഗോളതാപന നിരക്ക് വർദ്ധിക്കുന്നതാണ് ഇത്തരം പെട്ടെന്നുള്ള ഹിമപാതങ്ങൾക്കും പ്രളയങ്ങൾക്ക് കാരണമെന്ന് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഹിമാലയത്തിൽ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന തടാകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുമുണ്ട്. 2005-ൽ ഏകദേശം 1900 ആയിരുന്ന ഹിമാലയൻ ഹിമതടാകങ്ങളുടെ എണ്ണം ഇപ്പോൾ 2600-ലധികമായി വർദ്ധിച്ചിട്ടുണ്ട്.